ലബി സജീന്ദ്രൻ കൂടി നമ്മോടൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്നും. ലബി സജീന്ദ്രൻ, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ UDF-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നുള്ള സീറ്റുകൾ അനുസരിച്ചാണ് ഇനി അങ്ങോട്ട് കോൺഗ്രസിന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുകയോ അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിലൊക്കെ എത്തുകയോ ചെയ്യേണ്ടത്. കാരണം ഇവിടെ 20-20 എന്നുള്ളതാണ് പ്ലാൻ. എത്ര കണ്ട് വിജയ ആത്മവിശ്വാസം UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ലബി? നികേഷ്, UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതായത് കഴിഞ്ഞ തവണ കൈവിട്ട ആലപ്പുഴ കൂടി KC വേണുഗോപാലിന്റെ വരവോടുകൂടി തിരിച്ചുപിടിക്കാൻ ആകും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് UDF ക്യാമ്പിലുള്ളത്. പ്രധാനമായും 4 ഘടകങ്ങളാണ് ഇത്തവണത്തെ UDF-ന്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്നുള്ള ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് UDF-ന്റെ പക്കലുണ്ട്. ആ ഒരു വിശ്വാസം അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതു തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുറമേ കാണാത്ത ഒരു അടിയൊഴുക്ക്, ഒരു ഭരണവിരുദ്ധ വികാരം രൂപപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു UDF-ന്റെ കണക്കുകൂട്ടൽ വലുതായി മുന്നോട്ട് പോകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി ഇവിടെ തുടർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം തീർച്ചയായും മറ്റ് 19 മണ്ഡലങ്ങളിലേക്കും അതിന്റെ ആത്മവിശ്വാസം പകരും എന്നുള്ള ആത്മവിശ്വാസവും UDF പുലർത്തുന്നുണ്ട്. മൂന്നാമതൊരു കാര്യം, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ, ഇപ്പോൾ നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ നല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയാണ് UDF നടത്തിയിരിക്കുന്നത് എങ്കിൽ പോലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 മുന്നണിയിലെയും പൂർത്തിയായപ്പോൾ, 3 മുന്നണിയിലെയും പൂർത്തിയായപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം 20 മണ്ഡലങ്ങളിലും ഉണ്ട്. അതിന് മറ്റ് പല അനുകൂല സാഹചര്യങ്ങളും അവർ വിലയിരുത്തുന്നുണ്ട് എങ്കിൽ പോലും ആത്മവിശ്വാസം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം, KC വേണുഗോപാലിന്റെ വരവാണ്. KC വേണുഗോപാലിന്റെ വരവ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നികേഷിന് അറിയാം, ഏറ്റവും ദുർബലമായ സംഘടനാ സംവിധാനമുള്ള പാർലമെന്റ് മണ്ഡലമാണ്. അവിടെ മണ്ഡലം കമ്മിറ്റികൾ പോലും പുനഃസംഘടിപ്പിച്ചിട്ടില്ല. മറ്റാരവിടെ സ്ഥാനാർത്ഥിയായി വന്നാലും ഈ പറയുന്ന എല്ലാ പ്രാദേശിക വിഷയങ്ങളും ഇന്റേണൽ പ്രശ്നങ്ങളും എല്ലാം തലപൊക്കും. അതേസമയം KC വേണുഗോപാലിന്റെ വരവോടുകൂടി ആലപ്പുഴയിലെ അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിരിക്കുകയാണ്. ഒറ്റക്കെട്ടായി മറ്റ് ഗ്രൂപ്പ് ഭേദങ്ങളില്ലാതെ, മറ്റ് വ്യത്യാസങ്ങളില്ലാതെ ഒറ്റക്കെട്ടായി ആളുകൾ അണിനിരക്കുമെന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല വരെ തുടക്കം മുതൽ അവസാനം വരെ ആ പദയാത്രയിൽ ഉണ്ടായിരുന്നത്, റാലിയിൽ ഉണ്ടായിരുന്നത്. തീർച്ചയായും KC വേണുഗോപാലിന്റെ വരവും ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട്. ഈ ഘടകങ്ങളെല്ലാം ചേർന്ന് വലിയ ഒരു മുന്നേറ്റം UDF ക്യാമ്പിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF ക്യാമ്പ്.